Hi all, welcome to the classes of distributed computing. Today I'm going to give class on models of communication networks, causal precedence relation, global state of a distributed system, cuts of distributed system, then models of process communication. Let's move on to each topic in detail. Causal precedence relation. For distributed applications which execute on a set of process like P1 to Pn, each process Pi produces sequence of events Hi during the execution. ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷന്റെ എക്സിക്യൂട്ട് ചെയ്യുന്ന സെറ്റ് പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ അത് പ്രോസസ് P1 to Pn വരെ പ്രോസസ്സുകളുണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുന്ന ഈവൻസ് ഉണ്ടാവുമല്ലോ, സീക്വൻസ് ഓഫ് ഇവന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ HI ആയിട്ടായിരിക്കും. അതിന്റെ സെറ്റ് ഓഫ് ഓൾ ഇവന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ H ആയിട്ടായിരിക്കും. സോ ക്യാപിറ്റൽ H is actually the union of small hi, which is actually the sequence of events executed by the process. So we are defining that events through a binary relation arrow, which is called causal or happens before relation. അപ്പോൾ ഈ ഇവന്റ്സിനെ നമ്മൾ ഒരു ബൈനറി റിലേഷൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനെ കൊസാൽ അല്ലെങ്കിൽ ഹാപ്പൻസ് ബിഫോർ റിലേഷൻ എന്ന് പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, I ആരോ EJ എന്ന് പറഞ്ഞാൽ EI ഹാപ്പൻസ് ബിഫോർ EJ എന്നാണ് അതിന് മീനിങ് ആയിട്ടുള്ളത്. സോ ഫോർ ഓൾ EIX, for all EJY, which is actually the set of events executed, EIX implies EJY means EIX happens before EJY. ഇത് നമ്മൾക്ക് ഈസി ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് I=J കൊടുക്കുകയാണ് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രോസസ്സിന്റെ ഇവന്റ് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. I=J എന്ന് പറയുമ്പോൾ 1 തന്നെ കൊടുക്കുമ്പോൾ E1 happens before E1. That is പ്രോസസ്സിന്റെ ഫസ്റ്റ് ഇവന്റ് ആണ് ആദ്യം ഹാപ്പൻ ചെയ്യുന്നത്. എന്നിട്ടാണ് ഫസ്റ്റ് പ്രോസസ്സിന്റെ സെക്കൻഡ് ഇവന്റ് ഉണ്ടാവുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മെസ്സേജ് അയക്കുന്ന കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഇവന്റ് സെൻഡ് ചെയ്തതിനു ശേഷം മാത്രമേ അടുത്ത ഇവന്റ് സെൻഡ് ചെയ്യുള്ളൂ. വിച്ച് മീൻസ് ഫസ്റ്റ് ഇവന്റ് സെൻഡ് ചെയ്ത ഇവന്റ്സിന്റെ മെസ്സേജുകളെല്ലാം റിസീവ് ചെയ്യും, അല്ലെ? അപ്പോൾ ഫസ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷമായിരിക്കും അത് റിസീവ് ചെയ്യുന്നത്, അല്ല? മെസ്സേജ് സെൻഡ് ചെയ്താൽ മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഇവന്റ് ആദ്യം ഹാപ്പൻ ചെയ്യും, അതിനുശേഷം മാത്രമേ സെക്കൻഡ് ഇവന്റ് ഉണ്ടാവുള്ളൂ എന്നർത്ഥം. The causal precedence relation arrow implies a reflexive partial order on the set of events of a distributed computation. This partial order is denoted as H implies through an arrow. This is also known as Lambert's happens before relation. For any two events EI and EJ, if EI arrow EJ means that EJ is directly or indirectly dependent on EI. ഇപ്പോൾ EI implies EJ എന്ന് പറയുകയാണെങ്കിൽ EJ ഹാപ്പൻ ചെയ്യുന്ന EIക്ക് ശേഷമായിരിക്കും. EI ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ആദ്യം ഹാപ്പൻ ചെയ്യുന്നത്, ദെൻ ഉള്ളി റൈറ്റ് ഹാൻഡ് സൈഡ്. ആ EJക്ക് EIയോട്ട് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഒരു ബന്ധം ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സ്പേസ് ടൈം ഡയഗ്രത്തില് ആ ഒരു റിലേഷൻ എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ E11 E33 മീൻസ് ദാറ്റ് E11 ദാറ്റ് ഇസ് ഫസ്റ്റ് പ്രോസസ്സിന്റെ ഫസ്റ്റ് ഇവന്റ് ഹാപ്പൻ ചെയ്തതിന് ശേഷമാണ് തേർഡ് പ്രോസസ്സിന്റെ തേർഡ് ഇവന്റ് ഹാപ്പൻ ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞത്. കറക്റ്റ് അല്ലേ? അതേപോലെ തന്നെ E33 ഹാപ്പൻസ് ബിഫോർ E26 ആണ് ലാസ്റ്റ് ഹാപ്പൻ ചെയ്ത്. E26 എല്ലാ ഇൻഫർമേഷൻസും അറിയാൻ പറ്റും. ഓൾ ഇൻഫർമേഷൻസ് ആർ അവൈലബിൾ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ E26. For any two events EI and EJ, EI not implies EJ denotes the fact that EJ does not directly or transitively dependent on EI. EI implies EJ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു EJ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് EIനെ, ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി. ഇവിടെ ഇങ്ങനെ നോട്ട് ഇംപ്ലൈസ് EJ മീൻസ് ഡയറക്ട്ലിയോ അല്ലെങ്കിൽ ഇൻഡയറക്ട്ലിയോ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു ഇവന്റ് ഒക്കർ ചെയ്യുന്ന അതിന് അടുത്ത ഇവന്റിനെ കൊസാലി
കോഴ്സിലി എഫക്ട് ചെയ്യുന്നില്ല. കോഴ്സിലി മീൻസ് ഇപ്പൊ EI ഫസ്റ്റ് ഹാപ്പൻ ചെയ്തിട്ടുണ്ടോന്നോ അല്ലെങ്കിൽ EG ഫസ്റ്റ് ഹാപ്പൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും അവിടെ അതിനൊരു ഇമ്പോർട്ടൻസ് ഇല്ല. ബിക്കോസ് ദേ ആർ നോട്ട് ഡിപെൻഡന്റ് ഓൺ ഈച്ച് അതർ. There are two rules, that is for two events EI EJ. EI not implies EJ means EJ not implies EI. For two events EA and EJ, EI implies EJ means EJ നോട്ട് ഇംപ്ലൈസ് EG എന്ന് വെച്ചാൽ രണ്ട് ഇവന്റ്സ് EI ആൻഡ് EJ ഉണ്ട്. അത് EI നോട്ട് ഇംപ്ലൈസ് EJ മീൻസ് EJയും അതേപോലെ തന്നെ EIനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യാണ്ട് വരാം. ഇപ്പോ EI ഇംപ്ലൈസ് EJ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ EJ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പെൻഡ്സ് ഓൺ EI എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ അല്ലാതും വരാം. EJക്ക് ചിലപ്പോൾ EIനെ ഡിപ്പെൻഡ് ചെയ്യാനും വരാം. For any two events EI and EJ, if EI not implies EJ and EJ not implies EI means then the events are actually set to concurrent. ഇപ്പോ EI not implies EI അല്ലെങ്കിൽ EJ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി കോഴ്സിൽ ഡിപ്പെൻഡന്റ് അല്ല EIക്കും, അതുപോലെ തന്നെ EI കോഴ്സിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല EJക്കും. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ഇവന്റ്സിനെയാണ് നമുക്ക് അങ്ങനെയുള്ള ഇവന്റ്സിനെയാണ് നമ്മൾ കൺകറന്റ് ഇവന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പാരൽ ലൈൻസ് ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ആ ഒരു കൺകറൻസി ഇറ്റ്സ് ആക്ച്വലി നോട്ട് ട്രാൻസിറ്റീവ് അല്ല ഈ കൺകറൻസി എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ദാറ്റ് EI implies EJ and EJ implies EI or EI parallel EJ. അപ്പം രണ്ട് ഇവന്റ്സ് ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്ന വെച്ചാൽ EI ഇംപ്ലൈസ് EJ അല്ലെങ്കിൽ EJ ഇംപ്ലൈസ് EI, ഓർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്യില്ല. അതാണ് ഈ കൺകറൻസി എന്ന് പറയുന്നത്. ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ കൺകറൻസി. സോ ഇൻ എ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടേഷൻ ദർ ആർ ടു events said to be logically concurrent if and only if they do not causally affect each other. ഇപ്പോൾ രണ്ട് ഇവന്റ്സ് ഉണ്ട്. ആ രണ്ട് ഇവന്റ്സും കോസലി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദാറ്റ് ഇസ് EI ഡസ് നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ EJ ആൻഡ് EJ ഡസ് നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ EI. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളതിനെ ലോജിക്കലി കൺകറന്റ് ആണെന്ന് പറയും. ഫിസിക്കൽ കൺകറൻസി ഓൺ ദ അതർ ഹാൻഡ് ഇംപ്ലൈസ് ദാറ്റ് ദി ഇവന്റ്സ് ഒക്കർ അറ്റ് എ സെയിം ഇൻസ്റ്റന്റ് ഇൻ ഫിസിക്കൽ ടൈം. ഫിസിക്കൽ ടൈമിൽ സെയിം ഇൻസ്റ്റന്റിൽ ഒക്കർ ചെയ്യുന്ന ഇവന്റ്സിനെയാണ് നമ്മൾ ഫിസിക്കൽ കൺകറൻസി എന്ന് പറയുന്നത്. നോട്ട് ദാറ്റ് two or more events may be logically concurrent even though they do not occur at the same instant in the physical time. For example, in figure, the events EI3, E24, E33 are logically concurrent, but they occur different instants in physical time. E13, E24, E33. E13, E22, E24, E33. E24, E33. ഇത് മൂന്നും നമുക്ക് ലോജിക്കലി കൺകറന്റ് എന്ന് പറയാൻ പറ്റും. However, if process speeds and message delays have been different, the execution of these events could have coincidence in physical time. Whether a set of logically concurrent events coincide in physical time or the order in which they occur in physical time does not affect the outcome of the computation. പ്രോസസ്സിന്റെ സ്പീഡ്സും മെസ്സേജ് ഡിലേസും പലതാണെങ്കിൽ കൂടിയും ഫിസിക്കൽ ടൈമില് ഇത് കോയിൻസിഡൻസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അതൊന്നും എന്താ കമ്പ്യൂട്ടേഷന്റെ ഔട്ട്കമ്മിനെ എഫക്ട് ചെയ്യില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഈവൻ ദോ എ സെറ്റ് ഓഫ് ലോജിക്കലി കൺകറന്റ് ഇവന്റ്സ് മേ നോട്ട് ഹാവ് ഒക്കേർഡ് ദ സെയിം ഇൻസ്റ്റന്റ് ഇൻ ഫിസിക്കൽ ടൈം, for all practical and theoretical purpose, we may assume that these events occur the same instant in physical time. നമ്മള് ലോജിക്കലി കൺകറന്റ് ഇവന്റ്സ് അത് സെയിം ഇൻസ്റ്റന്റിൽ ഫിസിക്കൽ ടൈമിൽ ഒക്കർ ചെയ്യാൻ സാധ്യത കുറവാണ്. പക്ഷെ ഫിസിക്കൽ അല്ലെങ്കിൽ തിയറിറ്റിക്കൽ പേർപ്പസിന് നമ്മൾ അസ്യൂം ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവന്റ്സ് എല്ലാം സെയിം ഇൻസ്റ്റന്റ് ഫിസിക്കൽ ടൈമിൽ ഒക്കർ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് കേട്ടോ. മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ്. ഇപ്പൊ നമ്മൾ നേരത്തെ കൺകറൻസിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുൻപ് നമ്മൾ പറഞ്ഞത്
കൊസാൽ പ്രസിഡൻസ് അല്ലെങ്കിൽ ഹാപ്പൻസ് ബിഫോർ റിലേഷൻ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ്. There are several models of service provided by communication networks, namely FIFO, non-FIFO, and Casal ordering. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് പല മോഡൽസും ഉണ്ട്. ആ മോഡൽസ് ഉണ്ട്. അതിൽ എന്തൊക്കെ നമ്മൾക്ക് പറയാം? ഫിഫോ ഉണ്ട്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. പിന്നെ നോൺ ഫിഫോ ഉണ്ട്, പിന്നെ കസാല ഓർഡറിംഗ് ഉണ്ട്. ഫിഫോയിലെ കാര്യത്തിൽ എങ്ങനെയാണ്? ഈച്ച് ചാനൽ ആക്ട് as ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെസ്സേജ് ക്യൂ ആൻഡ് ദസ് മെസ്സേജ് ഓർഡറിംഗ് ഈസ് പ്രിസർവ്ഡ് ബൈ ദ ചാനൽ. ഫിഫോയില് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെസ്സേജ് ക്യൂവിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വരുന്ന മെസ്സേജ് സെന്ററിലെ ക്യൂവിലുള്ള ആദ്യത്തെ മെസ്സേജ് ആയിരിക്കും റിസീവറിൽ ആദ്യം റിസീവ് ചെയ്യുന്നത്. അതൊരു പ്രത്യേക ഓർഡറിംഗ് ഉണ്ടാവും. നോൺ ഫിഫോ മോഡലിൽ അങ്ങനെ ഒരു ഓർഡറിംഗ് ഉണ്ടാവില്ല. റാൻഡം ആയിട്ടായിരിക്കും മെസ്സേജ് സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് എത്തുന്നത്. അത് റിസീവർ പ്രോസസ് എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. റാൻഡം ഓർഡറിൽ റിമൂവ് ചെയ്യും എത്തുന്നതനുസരിച്ചിട്ട്. അപ്പോൾ അതൊരു റാൻഡം ഓർഡറിലായിരിക്കും നോൺ ഫിഫോയിൽ ഉണ്ടാവുന്നത്. കൊസാൽ ഓർഡറിംഗ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഹാപ്പൻസ് ബിഫോർ റിലേഷൻ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവന്റ് ഒക്കർ ചെയ്തതിനു ശേഷം മാത്രമേ സെക്കൻഡ് ഇവന്റ് ഒക്കർ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള മെസ്സേജ്, ഇപ്പൊ MIJ MKJ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള മെസ്സേജ് ആദ്യം സെൻഡ് ചെയ്തതിനു ശേഷം മാത്രമേ അടുത്തത് സെൻഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് റിസീവറിൽ റിസീവ് ചെയ്തതിനു ശേഷം മാത്രമേ അടുത്ത മെസ്സേജ് റിസീവ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് കൊസാൽ ഓർഡറിംഗ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. So the property ensures that causally related messages destined to the same destination are delivered in an order that is consistent with their causality relation. Causally ordered delivery of messages implies FIFO message delivery. Causal ordering is a subset of FIFO, which is a subset of non-FIFO. കൊസാൽ ഓർഡറിങ് ഫിഫോയുടെ സബ്സെറ്റ് ആണെങ്കിൽ ഫിഫോ നോൺ ഫിഫോയുടെ സബ്സെറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് കൊസാൽ ഓർഡറിങ്ങിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത്. കൊസാൽ ഓർഡറിംഗ് മോഡൽ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് അൽഗോരിതംസിന്റെ ഡെവലപ്മെന്റിനൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. It considerably simplifies the design of distributed algorithms because it provides a built-in synchronization. ഒരു built-in synchronization പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് എന്താ പറയാ, കോസാൽ ഓർഡറിംഗ് മോഡൽ എപ്പോഴും ഡിസ്ട്രിബ്യൂട്ടഡ് അൽഗോരിതത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ എ റെപ്ലിക്കേറ്റഡ് database systems, it is important that every process is responsible for updating a replica receives the updates in the same order to maintain database consistency. ഒരു റെപ്ലിക്കേറ്റഡ് ഡേറ്റാബേസ് സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്രോസസ്സ് ഈ റെപ്ലിക്ക അപ്ഡേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതെപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ആ ഡേറ്റാബേസ് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വിത്തൗട്ട് കൊസാൽ ഓർഡറിംഗ് ഈച്ച് അപ്ഡേറ്റ് മസ്റ്റ് ബി ചെക്ഡ് ടു എൻഷുർ ദാറ്റ് ഡേറ്റാബേസ് കൺസിസ്റ്റൻസി ഈസ് നോട്ട് ബീങ് വയലേറ്റഡ്. അപ്പോൾ കൊസാൽ ഓർഡറിംഗ് എലിമിനേറ്റ്സ് ദ നീഡ് ഫോർ സച്ച് ചെക്സ്. ഇപ്പോൾ കൊസാൽ ഓർഡറിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റാബേസ് കൺസിസ്റ്റൻസി ഓൾറെഡി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. Next is global state of a distributed system. The global state of a distributed system is a collection of local states of its components, namely the processes and the communication channels. The state of a process at any time is defined by the contents of the processor registers, stacks, local memory, etc., and depends on the local context of the distributed application. The state of a channel is given by the set of messages in transit in the channel. The occurrence of events changes the states of respective processes and channels, thus causing transitions in global system state. For example, an internal event changes the state of process at which it occurs. A sent event changes the state of process that sends the message. The state of a channel on which the message is സെൻറ്റ്. ഇവിടെ ഗ്ലോബൽ സ്റ്റേറ്റ് നമ്മൾ പറയുന്നത് കളക്ഷൻ ഓഫ് ലോക്കൽ സ്റ്റേറ്റും അതുപോലെ തന്നെ എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ ചാനൽ സ്റ്റേറ്റും ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റേറ്റ് ഓഫ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു ലോക്കൽ കണ്ടെക്സ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്, വിച്ച് ഇസ് ആക്ച്വലി ഡിഫൈൻഡ് ബൈ ദി കണ്ടന്റ്സ് ഓഫ് പ്രോസസർ രജിസ്റ്റേഴ്സ്, ടാഗ്സ്, ലോക്കൽ മെമ്മറി. അതൊക്കെ
സ്റ്റേറ്റ് ഓഫ് പ്രോസസ്സിൽ ഉൾപ്പെടും. സ്റ്റേറ്റ് ഓഫ് ചാനൽ എന്ന് ഓൾറെഡി പറഞ്ഞു. സ്റ്റേറ്റ് ഓഫ് മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ചാനലിന്റെ അതിന്റെ ഇൻഫർമേഷൻസ് ആണ് സ്റ്റേറ്റ് ഓഫ് ചാനലിൽ ഉള്ളത്. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്നാണ് ഗ്ലോബൽ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവന്റ്സിന്റെ ഒക്കറൻസ് അനുസരിച്ചിട്ട് ആ പ്രോസസ്സിന്റെ സ്റ്റേറ്റിന് വ്യത്യാസം ഉണ്ടാകും. ഗ്ലോബൽ സ്റ്റേറ്റിനൊക്കെ വ്യത്യാസം വരും. പ്രോസസ്സിന്റെ സ്റ്റേറ്റ് വ്യത്യാസം വരുമ്പോൾ ഗ്ലോബൽ സ്റ്റേറ്റിൽ തന്നെ വ്യത്യാസം വരും. പക്ഷെ ഇന്റേണൽ ഇവന്റ് ആ പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് പ്രോസസ് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. അത് ഗ്ലോബൽ സ്റ്റേറ്റിനെ എഫക്ട് ചെയ്യില്ല. ഇന്റേണലി നടക്കുന്നതാണ്. പക്ഷെ സെൻഡ് അല്ലെങ്കിൽ റിസീവ് എന്ന് പറയുന്ന ഇവന്റ്, ആ ഇവന്റുകളുടെ ചേഞ്ചസ് പർട്ടിക്കുലർ പ്രോസസ്സിന്റെ സ്റ്റേറ്റിനെ എഫക്ട് ചെയ്യും. അപ്പോൾ അത് ആ ചാനലിൽ എഫക്ട് ചെയ്യുന്നത് കൊണ്ട് എന്താ പറയാ, നമ്മൾ ഗ്ലോബലി അത് എഫക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. LSIX LSIX എന്ന് പറഞ്ഞാല് ഒരു ലോക്കൽ സ്റ്റേറ്റിനെയാണ് പറഞ്ഞിട്ടുള്ളത്. ലോക്കൽ സ്റ്റേറ്റ് ഓഫ് ith പ്രോസസ് ഓഫ് എക്സ്ത് ഇവന്റ്. പ്രോസസ്സായിട്ട് എക്സ്ത് ഇവന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ EIX അതും EIX+1ന്റെയും ഇടയിലുള്ള ഒരു സ്റ്റേറ്റിനെയാണ്, പ്രോസസ്സിന്റെ സ്റ്റേറ്റിനെയാണ് നമ്മൾ ലോക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇവിടെ EIXന് പകരം E11 ലോക്കൽ സ്റ്റേറ്റ് 11 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റ് 11 ആൻഡ് ഇവന്റ് 12 എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രോസസിന്റെ ഫസ്റ്റ് ഇവന്റും ഫസ്റ്റ് പ്രോസസിന്റെ സെക്കൻഡ് ഇവന്റും അതിന്റെ ഇടയ്ക്കുള്ള ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ഇല്ലേ പ്രോസസ്സിന്റെ, ആ ലോക്കൽ സ്റ്റേറ്റിനെയാണ് LS11 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു പ്രോസസ്സിന്റെ ലോക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ അല്ല ലോക്കൽ സ്റ്റേറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ആ പ്രോസസ്സിന്റെ ഏത് ഇവന്റ് ആണോ ആ ഇവന്റിന്റെ അടുത്ത ഇവന്റിന്റെയും തമ്മിലുള്ള ആ ഒരു നടുക്കള ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനെയാണ് ലോക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. LSI0 denotes the initial state of the process PI. The state LSIX is the result of the execution of all events executed by the process PI up to and including EIX. Let M less than or equal to LSIX denote the fact that ഇപ്പോ ഒരു മെസ്സേജ് ഈ പർട്ടിക്കുലർ സ്റ്റേറ്റിന്റെ ഉള്ളിൽ ലെസ് ദാൻ ആ പർട്ടിക്കുലർ സമയത്ത് നടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് ആ ഒരു 1 to X വരെയുള്ള ആ ഒരു ടൈമിനുള്ളിലായിരിക്കും ആ ഇവന്റ് ആ ഒരു മെസ്സേജ് അയക്കുന്നത്. അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ആ ടൈമിലല്ല ആ മെസ്സേജ് അയക്കുന്നത് എന്നാണ് അർത്ഥം. The state of a channel is difficult to define formally because a channel is distributed entity and state depends on the state of process it connects. ഒരു ചാനലിന്റെ സ്റ്റേറ്റ് ഡിഫിക്കൾട്ട് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, ആക്ച്വലി ഡിഫൈൻ ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് സ്റ്റേറ്റ് ഓഫ് എ ചാനൽ ഡിനോട്ട് ചെയ്യുന്നത് SCIX/JY എന്ന് പറഞ്ഞിട്ടാണ് രണ്ട് ഇവന്റുകളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടാവുമല്ലോ. IX രണ്ട് ചാനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസസ് ഐയും ജെയുടെയും പ്രോസസ്സുകൾ തമ്മിലുള്ള ആ ഒരു ചാനലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. The state of channel actually denotes the set of all message that process PI send up to EI of X and that process PJ has not received until the event EJ of Y. ഗ്ലോബൽ സ്റ്റേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, കളക്ഷൻ ഓഫ് ലോക്കൽ സ്റ്റേറ്റ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർ എ ഗ്ലോബൽ snapshot to be meaningful, the states of all the components of a distributed system must be recorded at the same instant. ഒരു എന്താ പറയാ, അത് ആ പർട്ടിക്കുലർ സ്റ്റേറ്റ് ഗ്ലോബൽ സ്റ്റേറ്റ് എന്ന് പറയാൻ ഇത് മീനിങ്ഫുൾ ആണെന്ന് പറയണമെങ്കിൽ സെയിം ടൈമിൽ റെക്കോർഡ് ചെയ്യണം. അത് പോസിബിൾ അല്ലല്ലോ, ഡിസ്പ്യൂട്ട് സിസ്റ്റത്തിൽ അതൊരു പോസിബിൾ അല്ല. പക്ഷെ നമുക്ക് വേറൊരു കാര്യം ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, സിങ്ക്രണൈസേഷൻ. Even if the state of all the components in the distributed system has not been recorded at the same instant, such a state will be meaningful. Every message that is recorded is received is also recorded as sent. പക്ഷെ നമ്മൾക്ക് അത് ചെക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? റിസീവ് ചെയ്തിട്ടുള്ള എല്ലാ ഓൾറെഡി റെക്കോർഡ് ഉണ്ടോ എന്ന് നോക്കാമല്ലോ, ചെക്ക് ചെയ്യാമല്ലോ. ഇപ്പൊ റിസീവ് ചെയ്തിട്ടുള്ള എല്ലാ മെസ്സേജുകളുടെ റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ് സെൻഡ് ചെയ്തിട്ടുള്ള ഇവന്റ്സിന്റെ റെക്കോർഡ്സിൽ നിന്ന് വെച്ച് കമ്പയർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും.
വെച്ചാൽ ഒരു സ്റ്റേറ്റ് മീനിങ് ആയിട്ട് മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാം സെൻഡ് ചെയ്തിട്ടുള്ള മെസ്സേജും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം, അതുപോലെ റിസീവ് ചെയ്തിട്ടുള്ളതും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. എന്നുവെച്ചാൽ സെൻഡ് ചെയ്ത മെസ്സേജുകളല്ലേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. The basic idea is that an effect that should not be present without it cause. A message cannot be received if it was not sent. That is, the state should not violate causality. Causality മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് ഒരു കൺസിസ്റ്റന്റ് ഗ്ലോബൽ സ്റ്റേറ്റ് ആണെന്ന് പറയാം. അതൊരു മീനിങ് ഗ്ലോബൽ സ്റ്റേറ്റ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ അത് ഇൻകൺസിസ്റ്റന്റ് ഗ്ലോബൽ സ്റ്റേറ്റ് ആയിട്ട് പറയാൻ പറ്റൂ. A global state GS is a consistent global state if and only if it satisfies for every Mij sent Mij less than or equal to LSIX implies Mij not belongs to the channel SCIXI JY received that particular message at the local state. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് കൺസിസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിന്റെ മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജുകൾ ഒരു എന്താണ് പറയാ കൊസാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. റിസീവ് ചെയ്യാത്ത മെസ്സേജുകൾ സെൻഡ് ചെയ്യാത്ത മെസ്സേജുകൾ ഒരിക്കലും റിസീവ് ചെയ്തിട്ടുണ്ടാവില്ല. പർട്ടിക്കുലർ ടൈമിൽ മെസ്സേജുകൾ സെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് റിസീവ് ചെയ്തിട്ടുണ്ടാവില്ല. അത് റിസീവ് ചെയ്യണമെങ്കിൽ അത് ഓൾറെഡി മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അപ്പം നമ്മൾക്ക് ഈ കൺസിസ്റ്റന്റ് ഗ്ലോബൽ സ്റ്റേറ്റ് ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടുത്തെ ഒരു ഗ്ലോബൽ സ്റ്റേറ്റ് എടുക്കുക. LS11 LS23 LS33 LS42 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LS11 മീൻസ് ദിസ് സ്റ്റേറ്റ്. നെക്സ്റ്റ് ഇസ് LS23 this state. 33 this state. LS4 this state. അപ്പം ഇത് ഈ ഒരു ഇത് ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് അവർ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെസ്സേജ് ഈ ഇവന്റ് കഴിഞ്ഞ ശേഷമുള്ള മീൻസ് ഈ ഒരു പർട്ടിക്കുലർ ഇതിന് ശേഷമുള്ളതാണ് ഈ മെസ്സേജ് അയക്കുന്നത്. ഈ ഇവന്റ് ആണ് ഇത് അയക്കുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇത് ഓൾറെഡി ഇവിടെ ഈ 22 റിസീവ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് 23 ഇത് അവൈലബിൾ ആയിരിക്കും, അറിയാൻ പറ്റും ഈ ഒരു ഇൻഫർമേഷൻ. പക്ഷെ ഇവിടെ P2 ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ P1 അത് സെൻഡ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള റെക്കോർഡ്സ് ഇല്ല. സോ വിച്ച് മീൻസ് ദാറ്റ് മെസ്സേജ് ഓൾറെഡി റിസീവ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഉണ്ട്, പക്ഷെ സെൻഡ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള റെക്കോർഡ്സ് ഇല്ല. വിച്ച് മീൻസ് ദാറ്റ് ഇസ് ഇൻകൺസിസ്റ്റന്റ്. ഇനി അടുത്തത് നമുക്ക് LS12 LS24 LS34 LS42 LS12 then LS24. Then next comes LS34, LS42. സോ ഇതൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിട്ട് പറയാം. വേറെ ഒരു എന്താ പറയാ പ്രശ്നങ്ങളും ഇവിടെ കാണുന്നില്ല. അപ്പോൾ അത് ഓൾറെഡി അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം എല്ലാ ചാനൽസും അതിൻ്റെതായിട്ടുള്ള സംഭവങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ റെക്കോർഡ്സ് ഒന്നുമില്ല, കാരണം എംപ്റ്റി ആണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ അതിനെ നമ്മൾക്ക് പറയാൻ പറ്റുന്നത് കൺസിസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റും. ഇനി cuts of a distributed computation. In the space-time diagram of a distributed computation, a zigzag line joining one arbitrary point on each process line is termed a cut in the computation. Such a line slices the space-time diagram and thus the set of events in the distributed computation into past and future. The past contains all the events to the left of the cut and the future contains all the events to the right of the cut. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പേസ് ടൈം ഡയഗ്രത്തില് ഒരു സിക്സാഗ് ലൈൻ ആ പർട്ടിക്കുലർ ഒരു ആർബിട്രറി പോയിന്റിൽ നിന്ന് തുടങ്ങി ഈച്ച് പ്രോസസ്സിലുള്ള ഓരോ പ്രോസസ്സിന്റെയും ആർബിട്രറി പോയിന്റ് തുടങ്ങി അവസാനിക്കുന്നവരെ ഒരു സിക്സാഗ് ലൈനിനെയാണ് കട്ട് എന്ന് പറയുന്നത്. അപ്പൊ കട്ടിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം പാസ്റ്റ് ആയിട്ടുള്ള ഇവന്റ്സ് ആയിട്ടും എന്താ പറയാ കട്ടിന് ശേഷം റൈറ്റ് സൈഡിലുള്ളതെല്ലാം ഫ്യൂച്ചർ ഇവന്റ്സും ആയിട്ടാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ കട്ട് C1 പാസ്റ്റ് ഇവന്റ്സ് ആണ് ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത്. ഇതിന്റെ ഫ്യൂച്ചർ ആണ് ഇങ്ങോട്ടുള്ളത്. രണ്ട് കട്ട്സ് ഉണ്ട്, C2 ഉണ്ട്. C2 കട്ടിന്റെ പാസ്റ്റ് ആണ് ഇവിടെ ഉള്ളതും ഇതാണ് ഫ്യൂച്ചറിലുള്ളതും. ഓക്കെ, അങ്ങനെ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഉള്ളതൊക്കെയാണ് നമ്മൾ ഇവിടെ പറയാൻ പറ്റുന്നത്. എങ്ങനെയാണ് അത്
ഫ്യൂച്ചർ ആണോ പാസ്റ്റ് ആണോ എന്ന് പറയുന്നത്. അപ്പൊ കട്ടിന് മുൻപുള്ളതെല്ലാം പാസ്റ്റും കട്ടിന് ശേഷം വരുന്നതെല്ലാം ഫ്യൂച്ചറും ആയിട്ടാണ് പറയുന്നത്. സി എന്ന് പറഞ്ഞ കട്ടുണ്ടെങ്കിൽ പാസ്റ്റും ഉണ്ടാവും ഫ്യൂച്ചറും ഉണ്ടാവും. ഓക്കെ, ഇനി കട്ട്സിനും കൺസിസ്റ്റൻസി അത് പറയാൻ പറ്റും, നമ്മൾക്ക് കൺസിസ്റ്റന്റ് ആണോ ഇല്ലയെന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ C1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കട്ടുണ്ടല്ലോ, ഈ കട്ട് നമ്മൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കട്ടല്ല. വിച്ച് മീൻസ് ദാറ്റ് ഇവിടെ ഒരു ഈവൻ ഈ 1 to ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്, അത് റിസീവ് ചെയ്യുന്നുണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ പാസ്റ്റിൽ അയക്കുന്ന മെസ്സേജുകളെല്ലാം ഒന്നല്ലെങ്കിൽ പാസ്റ്റിൽ തന്നെ റിസീവ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ റിസീവ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ ഫ്യൂച്ചറിൽ നിന്ന് ഒരു മെസ്സേജ് ഒരിക്കലും പാസ്റ്റിലേക്ക് റിസീവ് ചെയ്യാറില്ല. അപ്പൊ ഇവിടെ ഫ്യൂച്ചർ ഇവന്റ് ആണ് ഈ 1 to, ഇവിടുന്ന് പാസ്റ്റിലാണ് റിസീവ് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ്സ് ആക്ച്വലി ഇൻകൺസിസ്റ്റന്റ്. അവിടത്തേക്ക് C2 ഇത് കൺസിസ്റ്റന്റ്, പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിൽ റിസീവ് ചെയ്യുന്നുണ്ട്, പിന്നെ ഫ്യൂച്ചറിൽ തന്നെ അവർ അയക്കുന്നുണ്ട്, ഫ്യൂച്ചറിൽ തന്നെ റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കട്ടാണ്. C2 എന്ന് പറഞ്ഞ കട്ട് കൺസിസ്റ്റന്റ് കട്ടാണ്, C1 ഇൻകൺസിസ്റ്റന്റ് കട്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇനി പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കോൺസെപ്റ്റ് ഇവന്റ് ആണ് അടുത്ത ടോപ്പിക്. സോ ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടേഷൻ ആൻഡ് ഇവന്റ് EJ can be affected only by those events EI such that EI implies EJ. All information available at such events EI in principle be accessible at EJ. ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടേഷനിൽ EI implies EJ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ EIയുടെ എല്ലാ ഇവന്റ്സും EJക്ക് ആക്സസിബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ EI ആയിരിക്കും ആദ്യം ഹാപ്പൻ ഓക്കർ ചെയ്തിട്ടുണ്ടാവുന്നത്. അപ്പം പാസ്റ്റ് ഓഫ് EJ എന്ന് പറയുന്നത് എല്ലാ ഇവന്റ്സ് പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ഇവന്റ്സിനെയാണ് നമ്മൾ പാസ്റ്റ് ഓഫ് EJ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പാസ്റ്റ് ഓഫ് EJ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത് കണ്ടു, ഇവിടെയാണ് പാസ്റ്റ്, ഇതാണ് ഫ്യൂച്ചർ. EJയുടെ പാസ്റ്റും EJയുടെ ഫ്യൂച്ചറും ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പം മാക്സിമം ഓഫ് പാസ്റ്റ് ഓഫ് EJ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ഇവന്റ്, പാസ്റ്റിൽ നടന്നിട്ടുള്ള ലാസ്റ്റ് ഇവന്റ് ആയിരിക്കും മാക്സിമം ഓഫ് പാസ്റ്റ് പാസ്റ്റ് EJ എന്ന് പറയുന്നത്. മിനിമം ഫ്യൂച്ചർ എന്ന് പറയുന്നത്, EJയുടെ മിനിമം ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കുന്ന ഫസ്റ്റ് ഇവന്റ് ആയിരിക്കും. ഓക്കെ, മാക്സിമം ഓഫ് പാസ്റ്റിൽ ആയിരിക്കും ലാസ്റ്റ് ഇവന്റ് പാസ്റ്റിൽ നടന്നിട്ടുണ്ടാകുന്നത്. ഫ്യൂച്ചറും അല്ല, ഫസ്റ്റ് ഇവന്റ് എന്ന് വെച്ചാൽ മിനിമം ആയിരിക്കും, മിനിമം ഓഫ് ഫ്യൂച്ചർ ആയിരിക്കും ഫസ്റ്റ് ഇവന്റ് ഹാപ്പൻ ഇൻ ദി ഫ്യൂച്ചർ. അതാണ് ജസ്റ്റ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഫിഗറിലെ ഇലസ്ട്രേഷൻസ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്ന് വെച്ചാൽ ഫിഗർ ഇലസ്ട്രേറ്റ് ദ പാസ്റ്റ് ഓഫ് ദി ഇവന്റ് ഈസ് ഓഫ് an event EJ. Let past EJ denote the set of all events in the past that occur on the process PI. PI പ്രോസസ്സിൽ occur ചെയ്തിട്ടുള്ള എല്ലാ പാസ്റ്റ് ഇവന്റ്സും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇറ്റ്സ് മാക്സിമം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ദ ലേറ്റസ്റ്റ് ഇവന്റ് അറ്റ് ദ പ്രോസസ് PI ദാറ്റ് അഫക്റ്റഡ് ദ ഇവന്റ് EJ. EJക്ക് എഫക്ട് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് ഇവന്റ് ആണ് മാക്സിമം ഓഫ് പാസ്റ്റ് EJ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മിനിമം ഫ്യൂച്ചറിലുള്ള ഫസ്റ്റ് ഇവന്റ് ആയിരിക്കും മിനിമം ആയിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുന്നത്. ഓക്കെ, ഇനി മോഡൽസ് ഓഫ് പ്രോസസ് കമ്മ്യൂണിക്കേഷൻസ്. There are two basic models of process communication which I already explained in synchronous and asynchronous മോഡൽസ് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സിങ്ക്രണസ് എന്ന് പറയുന്നത് എന്താ? സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ മോഡൽ ഇസ് എ ബ്ലോക്കിംഗ് ടൈപ്പ് വേർ on a message sent, the sender process blocks until the message has been received by the receive process. സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ മോഡലിൽ ഇവിടെ സെൻഡറിന് ബ്ലോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഏത് നേരം വരെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത്? അത് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത് മെസ്സേജ് റിസീവറിൽ റിസീവ് ചെയ്തു, റിസീവർ ഒരു അക്നോളജ്മെന്റ് സെൻഡറിന് അയച്ചതിന് ശേഷം അത് അവിടെ റിസീവ് ചെയ്തതിന് ശേഷം മാത്രമേ പിന്നെ സെൻഡർ ആക്റ്റീവായിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അതുവരെ അത് ബ്ലോക്കിംഗ് സ്റ്റേജിലായിരിക്കും ഉണ്ടാവുന്നത്. ദ സെൻഡർ പ്രോസസ് റെസ്യൂംസ് എക്സിക്യൂഷൻ ഓൺലി ആഫ്റ്റർ ഇറ്റ് ലേൺസ് ദാറ്റ് ദ റിസീവർ പ്രോസസ് has accepted the message. The sender and the receiver process must synchronize to exchange a message. ഇവിടെ ഒരു ഹാൻഡ് ഷേക്കിംഗ് നടന്നിട്ടുണ്ടാവണം. They must synchronize to exchange a message. ഇനി asynchronous communication model is a non-blocking type where the sender and the receiver do not synchronize to exchange a message. After having sent a message, the sender process does not wait for the message to be delivered to the receiver process. ഇവിടെ സെൻഡർ മെസ്സേജ് സെൻഡ് ചെയ്തതിന് ശേഷം അത് ഡെലിവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യില്ല. ഉടനെ തന്നെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പിന്നെയും
സ്റ്റാർട്ട് ചെയ്യും. ദ മെസ്സേജ് ഈസ് ബഫേർഡ് ബൈ ദ സിസ്റ്റം ആൻഡ് ഇസ് ഡെലിവേർഡ് ടു ദ റിസീവർ പ്രോസസ് വെൻ ഇറ്റ് ഈസ് റെഡി ടു ആക്സെപ്റ്റ് ദി മെസ്സേജ്. അപ്പൊ ഇവിടെ ഒരു ബഫർ ഓവർഫ്ലോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ലാർജ് നമ്പർ ഓഫ് മെസ്സേജസ് അയക്കുകയാണെങ്കിൽ അത് ഒരു ഓവർഫ്ലോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നൈദർ ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ മോഡൽ ഇസ് സുപ്പീരിയർ ടു അതർ. ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽസും സുപ്പീരിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. Asynchronous communication provides higher parallelism because the sender process can execute while the message is in transit to the receiver. An implementation of an asynchronous communication requires more complex buffer management. In addition, due to higher degree of parallelism and non-determinism, it is much more difficult to design, verify, and implement distributed algorithms for asynchronous communications. The state space of such algorithms are likely to be much larger. Synchronous communication is simpler to handle and implement. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ഇത്രയും നമുക്ക് ലാസ്റ്റ് പോർഷൻ ആയിട്ട് നമ്മൾ പഠിച്ചത്. അപ്പോൾ താങ്ക് യു എവരി വൺ.